ഇനി റിസർവ് ബാങ്കിന്റെ ഗവർണർ, ഇതും റീസെന്റ് മാറിയതാണ്. ഈ 4 റീസെന്റ് മാറിയതെല്ലാം ഒരേ പ്രാസത്തിലുള്ള ആളുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ് ആണ് അല്ലെ. നമ്മുടെ എല്ലാ PSC എക്സാംസിനാണെങ്കിലും അല്ലെങ്കിൽ SSC RRB കണക്കുള്ള ഏത് എക്സാമിനാണെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോയിന്റ്മെന്റ്സ് പഠിക്കാതെ ഒരു എക്സാമിനും പോകരുത് കേട്ടോ. അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം. ആ ഒരു കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മളത് നോട്ട് ചെയ്തില്ലെങ്കിൽ എക്സാമിന്റെ സമയം അതാരായിരുന്നു ഇതാരായിരുന്നു എന്ന് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ടായിട്ട് തന്നെ എഴുതി അതൊരു ടേബിൾ ആയിട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാറുമ്പോൾ വെട്ടിത്തിരുത്തുകയോ അതിന്റെ മുകളിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം വെച്ചിട്ട് ഒട്ടിച്ച് അതിന്റെ മണ്ടയിൽ മാറിയ ആളുടെ പേരൊക്കെ എഴുതി ചെയ്ത് അത് വളരെ നല്ലൊരു മെത്തേഡായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം നമ്മുടെ ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ആരാണ് നമ്മുടെ രാഷ്ട്രപതി? ഇതൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇതൊക്കെ ഏറ്റവും ബേസ് ആണ്. ഇതൊന്നും പറയാൻ നമുക്ക് ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങാൻ പറ്റൂല, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന ക്ലാസ് 2025 ഫെബ്രുവരി വരെയുള്ള അപ്ഡേഷൻസ് ആണ്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മാറത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ്, ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ആരാണ് നമ്മുടെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു. എത്രാമത്തെയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഓക്കെ, ആരാണ് ഉപരാഷ്ട്രപതി? ആരാണ്? ജഗദീപ് ധൻകർ. ആരാണ്? ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി. 14ാമത്തെ ഉപരാഷ്ട്രപതി ആര് എന്ന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ആരാണ് നമ്മുടെ ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻകർ ആണ്, 14ാമത്തെ വ്യക്തിയാണ്. പ്രധാനമന്ത്രി ഒരു സംശയമില്ല, നമ്മുടെ നരേന്ദ്രമോദിയാണ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ ലോക്സഭ 18ാമത്തെ ലോക്സഭയാണ് അല്ലെ. 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ഏകദേശം ജൂൺ മാസത്തിലാണ് നടന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ സ്പീക്കർ, പ്രോട്ടൈം സ്പീക്കർ ഇതൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ ആരാണ് 18ാമത്തെ ലോകസഭാ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർളയാണ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേക്കന്റ് ആണ്. പ്രോട്ടൈം സ്പീക്കർ ആരാണ്? ഭർതൃഹരി മെഹ്താബ് ആണ്. അപ്പൊ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നമ്മുടെ വീട്ടുകളില് ആരാണ് മെയിൻ സ്പീക്കർ ആയിട്ടിരിക്കുന്നത്? നമ്മുടെ ഭാര്യമാരാണ് മെയിൻ സ്പീക്കർ. പ്രോട്ടൈം സ്പീക്കർ ആരാണ്? ഭർത്താക്കന്മാരാണ് അല്ലെ. കുറച്ച് മാത്രം സംസാരിക്കുന്ന ഭർത്താക്കന്മാരും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ഭാര്യമാരുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ബിർള ഭാര്യ വെച്ചിട്ട് ബി വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഭാര്യയുടെ BH വെച്ചിട്ട് ബിർളയുടെ B കണക്ട് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കണക്ട് ആവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി പ്രോട്ടൈം സ്പീക്കർ ആരാണ്? ഒരു സംശയം വേണ്ട, അവിടെ ഭർത്ത് എന്നിവിടെ കിടപ്പുണ്ട്. അപ്പൊ ഭർതൃഹരി മെഹ്താബ് ആണ് ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കർ. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മുടെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ആരാണ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്? രാഹുൽ ഗാന്ധിയാണ്. ആരാണ് ലോകസഭയുടെ ചെയർമാൻ? ആരാണ്? ജഗദീപ് ധൻകർ. ആരാണ് ലോകസഭയുടെ ചെയർമാൻ? ജഗദീപ് ധൻകർ ആണ്. ആരാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്? ജഗദീപ് ധൻകർ. അപ്പൊ വൈസ് പ്രസിഡന്റ് തന്നെയായിരിക്കും ലോകസഭയുടെ ചെയർമാൻ. ഓക്കെ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഓക്കെ അല്ലെ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. രാജ്യസഭയുടെ നേതാവ് ആരാണ്? JP നഡ്ഡ കേട്ടോ. JP നഡ്ഡ അല്ലെങ്കിൽ ജഗത് പ്രകാശ് നഡ്ഡ. ആരാണിത്? ഇത് നമ്മുടെ നിലവിലെ ഹെൽത്ത് മിനിസ്റ്റർ ആണ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് JP നഡ്ഡ. ഇദ്ദേഹം ഇപ്പൊ ആരും കൂടിയാണ്? രാജ്യസഭയുടെ നേതാവ് കൂടിയാണ്. ഓക്കെ, ഇനി രാജ്യസഭയുടെ ഉപനേതാവ് ആരാണ് രാജ്യസഭയുടെ ഉപനേതാവ്? നിർമ്മല സീതാരാമൻ. ആരാണ് നിർമ്മല സീതാരാമൻ? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അല്ലെ. ഫിനാൻസ് മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ലോകസഭയുടെ സ്പീക്കർ ആരാണ്? ബിർള. ഭാര്യയുടെ ബ വെച്ചിട്ട് ബിർള കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ആരാണ് സ്പീക്കർ? ബിർളയാണ്, ഓം ബിർളയാണ്. ഇനി ആരാണ് പ്രോട്ടൈം സ്പീക്കർ? പ്രോട്ടൈം കുറച്ച് മാത്രം സംസാരിക്കുന്നത് ആരാ? ഭർത്താക്കന്മാർ. അപ്പൊ ഭർതൃഹരി
മെഹ്താബ്. ആരാണ് പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആരാണ് പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 10 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്നത് അല്ലെ. അതുപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? അത് എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് ആരാണ്? നമ്മുടെ ജഗദീപ് ധൻകർ ആണ്. ആരാണ് രാജ്യസഭയുടെ നേതാവ്? രാജ്യസഭയുടെ നേതാവ് ആരാണ്? JP നഡ്ഡ. ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. ഓക്കെ. ഉപനേതാവ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നിർമ്മല സീതാരാമനാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാജ്യസഭയുടെ നേതാവ് നമ്മൾ പറഞ്ഞു JP നഡ്ഡയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്? മല്ലികാർജുൻ ഖാർഗെ. കേട്ടോ, ഇവിടെ തെറ്റിക്കരുത്. ലോകസഭയുടെ ആണെങ്കിൽ രാഹുൽ ഗാന്ധി, രാജ്യസഭയുടേതാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയാണ്. ഓക്കെ. രാജ്യസഭ ഉപപ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രമോദ് തിവാരി. ആരാണ്? പ്രമോദ് തിവാരി. പ്രതിപക്ഷത്തിലെ തിവാരി എറിയുന്നവരില്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. രാജ്യസഭയുടെ ഉപപ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരിയാണ്. ഓക്കെ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഓക്കെ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് മാറിയിട്ടേ ഉള്ളൂ, ഇനി പെട്ടെന്നൊന്നും മാറത്തില്ല കേട്ടോ. അപ്പൊ ആരാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. നമ്മൾ ഇത്രയും നാളും രാജീവ് കുമാറിനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ മാറിയതാണ്. ബാക്കിയൊക്കെ നമ്മൾ മുന്നേ പഠിച്ച ആളുകൾ തന്നെയാണ്. പക്ഷെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷണേഴ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് പഠിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ജ്ഞാനേഷ് കുമാർ. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ. മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ ആരാണ്? ആരാണ്? സുഖുബീർ സിംഗ് സന്ധു. ആരാണ്? സുഖുബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. ആരൊക്കെയാണ്? സുഖുബീർ സിംഗ് സന്ധു, വിവേക് ജോഷിയാണ് മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ. അപ്പൊ മെയിൻ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആരാ? ജ്ഞാനേഷ് കുമാർ. മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയാണ്? സുഖുബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ആരാണ് നമ്മുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആരാ? കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് വി ഹരിനായർ ആണ്. അപ്പൊ രണ്ടും വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഹാ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഹീരാലാൽ സമരിയ. ഇതും PSC ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെയാണ് കേട്ടോ. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? റീസെന്റ് മാറിയതാണ്, ഇപ്പോ മാറിയതാണ്, പുതിയ മാറ്റമാണ് കേട്ടോ. പുതിയ മാറ്റമായിട്ട് നോക്കി വെച്ചേക്ക. മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. ഇനി ആരാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ? ആരാണ്? വിജയ കിഷോർ രഹത്കർ. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. അപ്പൊ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മനുഷ്യാവകാശ കമ്മീഷണർ ആര്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മുഖ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. ഇനി വനിതാ കമ്മീഷണർ ആരാ? ദേശീയ വനിതാ കമ്മീഷണർ വിജയ കിഷോർ രഹത്കർ. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ഓക്കെ. ഇനി പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, കിഷോർ ഒരു ജാതി മനുഷ്യനാണെന്ന് വിചാരിക്കുക. നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരു ജാതി മനുഷ്യനാണെന്ന് പറയത്തില്ലേ? അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കിഷോർ ഒരു ജാതി മനുഷ്യനാണെന്ന് ഓർത്താൽ മതി. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. ഈ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വർഗം എന്ന് പറഞ്ഞ അന്തർ സിംഗ് ആര്യ. എന്താണ്? ചില പ്രത്യേക വർഗത്തിലുള്ള ഒരു അകത്തായിരിക്കും എപ്പോഴും അല്ലെ?
എപ്പോഴും അവർ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല. അവരെന്താണ് അന്തർജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മള് ജന്മിക്കുടിയാൻ വ്യവസ്ഥയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, അവരെന്താണ് അവർ പ്രത്യേക വിഭാഗക്കാര്, ഒരു പ്രത്യേക വർഗ്ഗക്കാര് എന്താണ് നമ്മുടെ കുടുംബത്തിന് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, ആ ഒരു പ്രത്യേക വർഗ്ഗക്കാര്, അങ്ങനെ വർഗം വെച്ചിട്ട് കണക്ട് ചെയ്തെടുത്താൽ മതി. അവരകത്തായിരിക്കും. അത് മാത്രമല്ല പല കമ്മ്യൂണിറ്റീസിനെയും പല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചില പ്രത്യേക വിഭാഗക്കാർ എപ്പോഴും അകത്തായിരിക്കും, അവർ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങത്തില്ല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വർഗം ഏതാണ്? അങ്ങനെ അന്തരം എന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. അപ്പൊ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനോറിറ്റി ആണ് അല്ലെ. മൈനോറിറ്റിയിൽ വരുന്ന ഒരു സമുദായമാണ്, ഒരു മതമാണ് ഇത് മുസ്ലിംസ് അല്ലെ. മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷത്തിലാണ് വരുന്നത്, മൈനോറിറ്റിയിലാണ് വരുന്നത്. സിഖുകാര് മൈനോറിറ്റി ആണ്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇക്ബാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരല്ലേ. അപ്പൊ ഇക്ബാൽ സിംഗ് ലാൽപുര ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പൊ എല്ലാ പേരും അതിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ പേര് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി പിന്നാക്ക കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ പിന്നാക്ക കമ്മീഷൻ. നമ്മുടെ ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുന്നത്. അപ്പൊ ദേശീയ എന്ന് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ദേശീയ പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഓക്കെ, അപ്പൊ എന്താണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. എടാ, നമ്മുടെ പിന്നാക്കം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നാക്കം നിൽക്കുന്ന കുറെ ബെഞ്ചുകൾ കാണാം. ഏറ്റവും പുറകിലത്തെ ബെഞ്ച് അല്ലെ, പിന്നാക്കമുള്ള എന്താണ് അങ്ങനെ പഠിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിൽ കുറച്ചധികം കുരുത്തക്കേടുള്ള പിള്ളേരെ ഇരുത്തുന്ന ബെഞ്ചാണ് ഏറ്റവും പുറകിലത്തെ ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ചേഴ്സ് അല്ലെ. അപ്പൊ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകള് ഒന്നെങ്കിൽ എന്തായിരിക്കും? വായിലൊക്കെ ഹാൻഡ്സ് ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ പരസ്പരം കൊങ്ങയ്ക്കൊക്കെ പിടിച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് പിന്നാക്കമായിട്ടുള്ള ബെഞ്ചിൽ ഇരിക്കുന്നതെന്ന് ചുമ്മാ അങ്ങ് വിചാരിക്കുക. അങ്ങനെയൊന്നും അല്ല. എന്നാലും നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി നമുക്കൊരു മാർക്ക് കിട്ടിയാൽ പോരെ. നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട. ഞാൻ പറയുന്നതിനകത്തുള്ള ലോജിക്ക് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നമുക്കൊരു മാർക്ക് കിട്ടണം, അതിന് നമ്മൾ എങ്ങനെയും പഠിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ പിന്നാക്കമായിട്ടുള്ള ബെഞ്ചിലിരിക്കുന്ന ആൾക്കാര് ചിലപ്പോൾ വായിലെ ഹാൻഡ്സ് ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളായിരിക്കും, അഹങ്കാരം കാണിച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഹൻസ്രാജ് അഹിർ, അഹങ്കാരം അഹിർ. ഓക്കെ, ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് പിന്നാക്ക കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, ഇനി ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ. കേട്ടോ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് പ്രിയങ്ക കനുങ്കോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ബാലന്മാരെ നമുക്കെല്ലാം ഭയങ്കര പ്രിയമല്ലേ അല്ലെ. കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? അപ്പൊ ബാലന്മാരെ എല്ലാവർക്കും ഭയങ്കര പ്രിയമാണെന്ന് ഓർത്താൽ മതി. എന്താണ് ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ? പ്രിയങ്ക് കനുങ്കോ. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ റീസെന്റ് മാറിയതാണ്, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. UPSCയുടെ ചെയർമാൻ ആരാണ്? ഇപ്പൊ ഒരു വനിതയാണ്, അതുകൊണ്ട് പഠിച്ചേക്കണം. പ്രീതി സുധൻ. കേട്ടോ, UPSCയുടെ ചെയർമാൻ ആകുന്ന രണ്ടാമത്തെ വനിതയാണ് ആര്? പ്രീതി സുധൻ. കേട്ടോ, അപ്പൊ UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? പ്രീതി സുധൻ. UPSC എന്ന് പറഞ്ഞാൽ എന്താ? UPSC നമ്മുടെ കേരള PSC പോലെ തന്നെ നമ്മുടെ എന്താണ് ഉദ്യോഗാർത്ഥികൾ പഠിച്ചൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾക്ക് UPSC ഒക്കെ കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ പ്രീതി വേണമെന്ന് ആലോചിക്കുക. കേട്ടോ, അപ്പൊ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് പ്രീതി ഉണ്ടെങ്കിലല്ലേ നല്ല ക്വസ്റ്റ്യൻ തരത്തോള്. അപ്പൊ അന്നല്ലേ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ പ്രീതി വേണം. അപ്പൊ UPSC ഒക്കെ ജയിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ പ്രീതി വേണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒക്കെ പ്രീതി ഉണ്ടെങ്കിൽ അത് കിട്ടും. അങ്ങനെയൊക്കെ അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ UPSCയുടെ ചെയർമാൻ ആരാണ്? പ്രീതി സുധനാണ്. ആരാണ്? പ്രീതി സുധനാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മുടെ നബാർഡിന്റെ ചെയർമാൻ ആരാണ്? ഷാജി KV. കേട്ടോ, ഷാജി KV ആണ് നബാർഡിന്റെ ചെയർമാൻ. നബാർഡ്. കേട്ടോ, നബാർഡ്. എബാർഡ് നോക്കിയാലും ഷാജി എന്ന പേരേ ഉള്ളൂ. നമ്മുടെ ഷാജിയുടെ പേര് വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നില്ല, കുറെ ഷാജിമാര്. കറക്റ്റ് സിനിമ ഞാൻ ഓർക്കുന്നില്ല.
അപ്പൊ ആരെടുത്ത് ചോദിച്ചാലും പേര് ഷാജി എന്നേ പറയും. ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എബാഡ് നോക്കിയാലും ഷാജി എന്ന് പറഞ്ഞ ആൾക്കാരേ ഉള്ളു. എബാഡ്, നബാഡ്, ഓക്കെ, ചുമ്മാ ഒരു പ്രാസത്തിൽ അങ്ങ് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. നബാഡിന്റെ ചെയർമാൻ ആരാണ്? ഷാജി കേദിയാണ്. ഇനി ലോക്പാൽ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ്? അജയ് മാണിക് റാവു കാൻവിൽക്കർ. എന്താണ്? AM കാൻവിൽക്കർ. AM കാൻവിൽക്കർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ലോക് പാല്, എന്താണ്? ലോകം മൊത്തം പാല് കൊണ്ട് കടന്ന് വിൽക്കുന്ന ആളെന്നങ്ങ് ചുമ്മാ വിചാരിക്കുക കേട്ടോ. ലോക് പാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ലോകം മൊത്തം പാല് കൊണ്ട് കടന്ന് വിൽക്കുന്ന ആളാണെന്ന്. അപ്പൊ ലോക് പാല്. അപ്പൊ പാൽ എപ്പോഴാ വിൽക്കുന്ന? രാവിലെ അല്ലേ? AM ടൈമിലായിരിക്കും അല്ലെ? AM-നായിരിക്കും പാല് വിൽക്കുന്നത്. എന്താ വിൽക്കുന്നത്? പാലാണ്. അപ്പൊ വിൽക്കുന്നയാള്, വിൽക്കർ. ഓക്കെ, കണക്ട് ചെയ്തൂടെ? ലോകം മൊത്തം പാല് കൊണ്ട് നടന്ന് വിൽക്കുന്നയാള് എന്ന് ഓർത്താ മതി. ലോക്പാൽ ആരാണ്? കാൻവിൽക്കർ. എപ്പോഴാണ്? AM ടൈമിലാണ്. അപ്പൊ AM കാൻവിൽക്കർ എന്ന് ഓർത്താൽ മതി. കിട്ടിയില്ലേ? എളുപ്പമാണ്. ചുമ്മാ നമ്മളിങ്ങനെയൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി, കൂടുതൽ സ്ട്രെസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കണ്ട. ചുമ്മാ കണക്ഷൻ ആയിട്ടും ചുമ്മാ ഓർത്ത് വെക്കുന്ന അത് സാധാ കൂളായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അങ്ങനെ കിട്ടുന്നത് കിട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ഫോഴ്സ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ആവത്തേ ഉള്ളൂ, ഉള്ളതും കൂടെ മറന്നോളൂ. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് എൻജോയ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കുക കേട്ടോ. അടുത്ത നമ്മുടെ സെൻട്രൽസ് വിജിലൻസ് കമ്മീഷണർ ആരാ? നമ്മുടെ സെൻട്രൽസ് വിജിലൻസ് കമ്മീഷണർ? AS രാജീവ് ആണ്. AS രാജീവ്. രാജീവ് എന്ന് പറയുമ്പോ രാജാവ് എന്ന് ഓർക്കുക കേട്ടോ. രാജാവ്. രാജാക്കന്മാർ എപ്പോഴും വിജിലന്റ് ആയിരിക്കും. അന്യ ദേശങ്ങളിൽ നിന്ന് ആക്രമണം വരുമോ, ആരെങ്കിലും ചതിക്കുമോ എന്നൊക്കെ എപ്പോഴും വിജിലന്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ് രാജാക്കന്മാർ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ് ആണ്. ഇനി നമ്മുടെ ധനകാര്യ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ 15ാമത്തെയാണ് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നത്, NK സിംഗ്. എന്നാൽ 15ാമത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുതിയ ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ധനകാര്യ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. അത് 16ാമത്തെയാണ്. അത് അരവിന്ദ് പനഗരിയാണ്. ഈ ധനകാര്യ കമ്മീഷന്റെ റോൾ എന്ന് പറഞ്ഞാല് പണം കൈകാര്യം ചെയ്യുന്നതല്ലേ, പെട്ടെന്ന് അങ്ങ് ഒരാളെ എടുത്തങ്ങ് ഏൽപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ നിലവിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അടുത്ത ആളെ സെലക്ട് ചെയ്തിട്ട് കൂടെ നിന്ന് അത് പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി വരുന്നത്. അപ്പൊ ധനകാര്യ കമ്മീഷൻ 15ാമത്തെ ആരാണ്? NK സിംഗ് ആണ്. 15ാമത്തെ ധനകാര്യ കമ്മീഷണർ NK സിംഗ് ആണ്. 16ാമത്തത് അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയ. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ആരാണ് നമ്മുടെ അറ്റോർണി ജനറൽ? അറ്റോർണി ജനറൽ? R വെങ്കിട്ടരമണി. ആരാണ്? R വെങ്കിട്ടരമണി. അപ്പൊ അറ്റോർണി രമണി. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് അറ്റോർണി രമണി കണക്ട് ചെയ്ത് വെച്ചേക്ക. അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി. ഓക്കെ അല്ലേ? ഇനി സോളിസിറ്റർ ജനറൽ ആരാണ്? സോളിസിറ്റർ തുഷാർ മേത്ത. എന്താണ്? തുഷാർ മേത്ത. ഓക്കെ, അപ്പൊ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റർമാരെ ഓർക്കുക. സിസ്റ്റർമാരൊക്കെ നമുക്ക് എന്താണ് മെത്ത വിരിച്ചു തരും. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഷീറ്റ് എപ്പോഴും മാറി തരൂലേ? അപ്പൊ അവർ മെത്ത വിരിച്ചു തരുമെന്നങ്ങ് ഓർത്താൽ മതി. സോളിസിറ്റർ. ഓക്കെ, സിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റർ വെച്ചങ്ങ് കണക്ട് ചെയ്തു. അപ്പൊ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ആരാണ്? തുഷാർ മേത്ത. ഓക്കെ, ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോ. ഇപ്പം മാറിയതാണ് കേട്ടോ. അപ്പൊ CAG ആരാണ്? നമ്മുടെ നിലവിലെ CAG എന്ന് ചോദിച്ചാൽ സഞ്ജയ് മൂർത്തിയാണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അടുപ്പിച്ച് 4 സാപ്രാസമാണ് കേട്ടോ. സാപ്രാസമാണ്, നോക്കി വെച്ചേക്ക. ഒരു സഞ്ചിയിലിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ആളുകളാണ് ഇത്രയും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആരാണ് നമ്മുടെ നിലവിലെ CAG? CAG ആരാണ്? സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തി. അപ്പൊ മൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തി 3 എന്നൊരു കണക്ഷൻ ചെയ്തൂടെ? 3 മൂർത്തി, അങ്ങനെ ഒരു പ്രാസത്തിലൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ CAG 3 അക്ഷരം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താൽ CAG 3 അക്ഷരം. അപ്പൊ സഞ്ജയ് മൂർത്തി ആരാണ്? നമ്മുടെ CAG ആണ്. ഇനി അടുത്തത് സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന നമ്മുടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. സുപ്രീം കോടതിയിലെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്നോ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്നോ ചോദിച്ചാൽ ആരാണ്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന.
അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ ഓർത്ത് വെക്കും? നമ്മൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ കാണാതെ പഠിക്കാം, പക്ഷെ എക്സാം ഹാളിൽ ചെല്ലുമ്പം എ ഓപ്ഷൻ, ബി ഓപ്ഷൻ, സി ഓപ്ഷൻ, ഡി ഓപ്ഷൻ, ഓക്കെ 4 ഓപ്ഷനും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് ഏതായിരുന്നു എന്നൊരു ഡൗട്ട് വരാതിരിക്കാനാണ് കണക്ട് ചെയ്ത് തരുന്നത് കേട്ടോ. ഇത് ആവശ്യമില്ലാത്തവർക്ക് അല്ലാതെ കാണാതെ പഠിക്കാം, ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്താണ് കന്ന എന്ന് വെച്ചാൽ ആ ഒരു വാക്യം നമുക്ക് കണക്ട് ചെയ്യാം. കന്ന, ഖനം, ഖനം കണക്ട് ചെയ്തൂടെ? അപ്പൊ ഖനപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നത് ആരായിരിക്കും? ജഡ്ജിമാരായിരിക്കൂലേ? അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ഓക്കെ, ഇനി റിസർവ് ബാങ്കിന്റെ ഗവർണർ, ഇതും റീസെന്റ് മാറിയതാണ്. ഈ 4 എണ്ണം റീസെന്റ് മാറിയതെല്ലാം ഒരേ പ്രാസത്തിലുള്ള ആളുകളാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്? 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, മല പോലെ ഇങ്ങനെ പൈസ കൂന കൂട്ടിയിട്ടേക്കുന്ന സ്ഥലം അല്ലേ? പൈസ ഇഷ്ടം പോലെയുള്ള സ്ഥലമല്ലേ RBI? അപ്പം എന്താണ്? മല പോലെ ഇങ്ങനെ പൈസ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്ഥലമാണ് RBI എന്ന് ഓർക്കുക. അപ്പൊ മൽഹോത്ര, മല പോലെ. ഓക്കെ, മൽഹോത്ര എന്താണ്? RBIയുടെ ഗവർണറാണ്. നിലവിലെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇനി നമ്മുടെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ IG ആരാണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ IG. സാധാരണ ഈ ഒരു ഫാക്ട് നമ്മൾ പഠിക്കാറില്ല, ഓക്കെ, പക്ഷെ ഇവിടെ പഠിക്കാനുള്ള കാരണം അവിടെ ഇരിക്കുന്നത് ഒരു മലയാളിയാണ് കേട്ടോ. മലയാളി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫാക്ട് നോക്കുന്നത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ IG ആരാണ്? സഞ്ജയൻ കുമാർ. ആരാണ്? സഞ്ജയൻ കുമാർ ആണ്. ഓക്കെ, അപ്പം എന്താണ്? നമ്മുടെ കടുവയുടെ അടുത്തൊക്കെ പോയ സഞ്ജയനെ എടുക്കേണ്ടി വരുമെന്ന് ഓർത്താൽ മതി കേട്ടോ. കടുവയുടെ അടുത്തൊക്കെ പോയ എന്താണ്? അത് പിടിച്ച് തിന്നും. അപ്പൊ എന്താണ്? സഞ്ജയനെ എടുക്കേണ്ടി വരും എന്ന് ഓർക്കുക. സഞ്ജയൻ. ഓക്കെ, സഞ്ജയൻ കുമാർ ആരാണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ IG ആണ്. ക്ലിയർ ആണോ? ഈ ഒരു കോഡ് വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ആയിരിക്കും. പിന്നീട് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. അടുത്ത നമ്മുടെ ISROയുടെ ചെയർമാൻ റീസെന്റ് മാറിയതാണ്. റീസെന്റ് മാറിയതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോ. ISROയുടെ ചെയർമാൻ ആരാണ്? V നാരായണൻ. ആരാണ്? V നാരായണനാണ് ISROയുടെ ചെയർമാൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? മാറ്റമൊന്നുമില്ല, മുന്നേ പഠിച്ചത് തന്നെയാണ്. S ഉണ്ണികൃഷ്ണൻ നായർ. ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. ISROയുടെ ചെയർമാൻ ആരാ? V നാരായണൻ. ഓക്കെ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, ഇനി അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അറ്റോമിക് എനർജി ആരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. ആരാണ്? അജിത് കുമാർ മൊഹന്തി. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ എന്താണ്? നമ്മുടെ അജിത് കുമാർ മൊഹന്തി ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? മുഖത്തിന്റെ അറ്റത്ത് നല്ല എനർജി ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. മുഖത്തിന്റെ, മുഖം എന്നൊക്കെ പറയുമ്പോൾ ചിലര് മുഖം എന്നൊക്കെ അല്ലേ പറയുന്ന. അപ്പൊ മുഖത്തിന്റെ അറ്റത്ത് നല്ല എനർജി ആണെന്നും അല്ല ഓർത്ത് വെച്ചേക്ക. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. ഇനി സെബിയുടെ ചെയർപേഴ്സൺ കുറെ അധികം വിവാദമുണ്ടായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നോക്കി വെച്ചോ. സെബിയുടെ ചെയർപേഴ്സൺ ആരാണ്? മാധവി പുരിബുച്ച്. പുതിയ ആളെയൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു, മാറുകയാണെങ്കിൽ നിങ്ങൾ പുതിയത് പഠിക്കേണ്ടി വരും കേട്ടോ. സെബി ചെയർപേഴ്സൺ ആരാണ് നിലവിൽ? മാധവി പുരിബുച്ച്. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതായത് ICHRന്റെ ചെയർമാൻ ആരാണ്? ICHRന്റെ ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അപ്പൊ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഹിസ്റ്ററിയിലല്ലേ നമ്മൾ കൂടുതൽ വാറുകൾ പഠിക്കുന്ന. വാറ് എന്താണ്? വേൾഡ് വാറ്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന വാറുകള്, നമ്മുടെ കേരളത്തിൽ നടന്ന വാറുകള്, അത് അങ്ങനെയുള്ള യുദ്ധങ്ങൾ മൊത്തം ഉള്ളത് ഹിസ്റ്ററിയിലാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ആണ് ആര്? തൻവാർ. ഓക്കെ, അപ്പൊ രഘുവേന്ദ്ര തൻവാർ എന്താണ്? ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനാണ്. ഓക്കെ, ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGCയുടെ ചെയർമാൻ ആരാണ്? ജഗദേശ് കുമാർ. നിങ്ങൾ ഇങ്ങടെ ജഗദേശ് എന്ന് പഠിക്കണ്ട, ജഗദീഷ് എന്ന് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നമ്മുടെ ജഗദീഷിനെ ഓർത്താൽ മതി. ജഗദീഷ് എന്താണ്? ഒരു പ്രൊഫസർ അല്ലായിരുന്നു? നമ്മുടെ സിനിമാ നടൻ ജഗദീഷ്
പ്രൊഫസർ ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലല്ലേ പ്രൊഫസേഴ്സ് വരിക. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജഗദീഷ് കുമാർ എന്ന് ഓർത്തിട്ട് ജഗദേശ് എന്ന് ഓർത്താൽ മതി. അത് കുഴപ്പമില്ല, അത് ഓപ്ഷനിൽ എന്തായാലും കുറെയൊക്കെ തെറ്റിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് ശരിയായിക്കോളും കേട്ടോ. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് തെറ്റൂല, നിങ്ങൾ ജഗദീഷ് എന്ന് തന്നെ പഠിച്ചു, അതായിരിക്കും ഓർക്കാൻ എളുപ്പം. ഇനി നമ്മുടെ IRDAIയുടെ ചെയർമാൻ ആരാണ്? ദേബാശിഷ് പാണ്ഡെ. ആരാണ്? ദേബാശിഷ് പാണ്ഡെയാണ് IRDAIയുടെ ചെയർമാൻ. ഓക്കെ. ഇനി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIRന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? കലൈഷെൽവി. ആരാണ്? കലൈഷെൽവി ആണ് കേട്ടോ. അപ്പൊ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആരാണ്? കലൈഷെൽവി. കലൈഷെൽവിയുടെ സയന്റിഫിക് എന്ന് പറയുമ്പം ഓരോ പരീക്ഷണങ്ങളും നടത്തുന്നത് കലകളിലല്ലേ. കലകൾ, നമ്മുടെ എന്താണ്, സെല്ലുകൾ ടിഷ്യൂ കല എന്നൊക്കെ പറയില്ലേ, കോശം കല, സെല്ലും ടിഷ്യൂവും. ടിഷ്യൂവിലാണ് എന്താണ് നമ്മുടെ സയന്റിഫിക് റിസർച്ച് ഒക്കെ നടത്തുന്നതെന്ന് ഓർക്കുക. അതിന്റെ മലയാളമാണ് കലകൾ. അപ്പം കലൈഷെൽവി കേട്ടോ. കലയുടെ ഷെല്ലുകൾ എടുത്ത് നോക്കിയിട്ടാണ്, കലയിലെ സെല്ലുകൾ എടുത്ത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ടിഷ്യൂലാണ് സെല്ലുള്ളത്, കലയിലാണ് സെല്ലുള്ളത് അല്ലെ. കോശത്തിന്റെ ഇംഗ്ലീഷ് ആണ് സെല്ല്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, കലയിലെ സെല്ല് എടുത്തിട്ടാണ് സയന്റിഫിക് റിസർച്ചുകളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഓർത്താൽ കലൈഷെൽവി കിട്ടും. ഓക്കെ. ഇനി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ? രാജീവ് ബഹൽ. ആരാണ്? രാജീവ് ബഹൽ. ഓക്കെ. അപ്പൊ നമ്മുടെ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. അപ്പൊ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കാണ്, അർജന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരണം. അപ്പൊ ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബന്ധമില്ലാത്ത ബഹന്മാരെയൊക്കെ വിളിക്കത്തില്ലേ? ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ. ഒരു തിരിഞ്ഞു പോയി നോക്കാത്ത ആളുകളെ ആയിരിക്കും സഹോദരി ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ബഹൻ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി, ഹിന്ദി വേർഡാണ്, നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ ബഹനെയാണ് മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നതെന്ന് ഓർത്താൽ മതി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രാജീവ് ബഹൽ ആണ്. ഓക്കെ, രാജീവ് ബഹൽ. ഇനി നമ്മുടെ കരസേനാ മേധാവി ആരാണ്? കരസേനാ മേധാവി പഠിച്ചു വെച്ചേക്ക. കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കേട്ടോ. ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനയുടെ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേനയുടെ മേധാവി ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ആരാണ്? അമർപ്രീത് സിംഗ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? രണ്ടാമത്തെ വ്യക്തിയാണ്. നോക്കി വെച്ചേക്ക്. ആരാണ്? അനിൽ ചൗഹാൻ ആണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് തെറ്റാതെ പഠിക്കാൻ ഞാൻ കോഡ് പറഞ്ഞുതരാം. കരസേനാ മേധാവി എത്ര അക്ഷരമുണ്ട്? കര 2 അക്ഷരം. 2 എന്ന് പറയുന്നതിനല്ലേ നമ്മൾ ദി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കരസേനയുടേത് ദ്വിവേദി, തിരിഞ്ഞു പോകാതിരിക്കാനാണ്. നാവികസേനയുടെ മേധാവി ആരാണ്? എത്ര അക്ഷരം? നാവിക 3 അക്ഷരം. അപ്പം 3 എന്ന് പറഞ്ഞാൽ 3 എന്നല്ലേ അർത്ഥം? ത്രിപാഠി 3 അക്ഷരമുള്ളത് നാവികസേനയ്ക്കാണ്. അപ്പൊ നാവികസേനാ മേധാവിയാണ് ത്രിപാഠി, ദിനേശ് കുമാർ ത്രിപാഠി. ഇനി വ്യോമസേനയുടെ മേധാവി ആരാണ്? വ്യോമസേന അമർപ്രീത് സിംഗ്. എന്താണ്? അമർപ്രീത് സിംഗ് ആണ് വ്യോമസേനാ മേധാവി. അത് തിരിഞ്ഞു പോകത്തില്ല, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. ആരാണ്? അനിൽ ചൗഹാൻ ആണ്. അതും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. തിരിഞ്ഞു പോകാതിരിക്കാൻ ആ ഒരു കോഡൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒയുടെ കാലാവധി 2025 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷം മാറാനുള്ള സാധ്യതയില്ല. 2025 കഴിയുമ്പോഴത്തേക്ക് മാറുമായിരിക്കും കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ. PSC ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ചവറ് കണക്കുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. അപ്പൊ ചെയർമാൻ ആരാ? ചെയർമാൻ എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ. നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്. ഓക്കെ. സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം ആണ്.
ഓക്കെ അല്ലേ? അപ്പം ഇത് രണ്ടും തെറ്റിക്കാതെ പഠിച്ചു വെച്ചേക്കണം. ഇത് PSC ചോദിക്കുന്ന ചോദ്യ മേഖലയാണ്. അപ്പൊ ഇത് തിരിഞ്ഞു പോകുന്ന അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ഇത് നമുക്ക് ആളാരാന്നറിയാം, പക്ഷെ അത് CEO ആയിരുന്നു, വൈസ് ചെയർമാൻ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാം ഹാളിൽ ഇരിക്കുന്നു, 50-50 ഡൗട്ട് വരും അല്ലെ? അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. CEO 3 അക്ഷരം, അപ്പൊ BVR 3 അക്ഷരം കേട്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. CEO 3 അക്ഷരം, BVR 3 അക്ഷരം. അപ്പൊ എന്താണ്? നീതി ആയോഗിന്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അത് പഠിച്ചു വെച്ചാൽ മറ്റേത് കിട്ടിക്കോളും. ഓക്കെ, ഇനി നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് റീസെന്റ് മാറിയതാണ്, പഠിച്ചു വെച്ചേക്ക. ആരാണ്? ബഹദൂർ സിംഗ് സാഗോ. ആരാണ്? ബഹദൂർ സിംഗ് സാഗോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചേക്ക, അത്ലറ്റുകളാണ്. അത്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിൽ ഇറങ്ങി, ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന മത്സരങ്ങളാണ് അല്ലെ? അപ്പൊ അവരെന്താണ്? ഒന്നുകിൽ ബഹദൂര ഓടും അല്ലെ, ബഹദൂര ഓടും, അല്ലെങ്കിൽ നമ്മുടെ നീരജ് ചോപ്രയുടെ ജാവലിൻ അത്ലറ്റിക്കിനാണ്. അപ്പൊ എന്താണ്? ബഹദൂര എറിയും അല്ലെ, ബഹദൂരം എറിയും, ബഹദൂര ഓടും. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അത്ലറ്റുകൾ എന്താണ്? എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ബഹദൂരം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ബഹദൂർ സിംഗ് സാഗോ. ആരാണ്? ബഹദൂർ സിംഗ് സാഗോ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ BCCയുടെ പ്രസിഡന്റ് ആരാണ്? ഇപ്പൊ മാറിയതാണ്, പഠിച്ചു വെച്ചോ. BCCയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. ആരാണ്? റോജർ ബിന്നി. നിങ്ങൾക്ക് BCCയും ICCയും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്തു വെച്ചേക്കുക. ബിന്നിയുടെ ബിയും BCCയുടെ ബിയും കൂടെ ഓർത്തു വെച്ചാൽ മതി. ബിന്നി BCCI കേട്ടോ. അപ്പൊ BCCയുടെ പ്രസിഡന്റ് B വെച്ചിട്ടാണ് ബിന്നി. ഓക്കെ, റോജർ ബിന്നി. ഓക്കെ, അപ്പൊ തിരിഞ്ഞു പോയില്ല. അപ്പൊ ICCയുടെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ജയ്ഷയാണ് കേട്ടോ. ICCയുടെ പ്രസിഡന്റ് ആരാണ്? ജയ്ഷയാണ്. BCCയുടെ സെക്രട്ടറി ആരാണ്? BCCയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ജയ്ഷ. ജയ്ഷയ്ക്ക് ICC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനം കളഞ്ഞത്. അപ്പം ഈ ഒരു സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വന്നു. ഓക്കെ, നിലവിൽ ഒരാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് പുതിയ ഒരാൾ വന്നേക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മൊത്തം എന്താണ്? ഭ്രാന്തായി എന്ന് പറയത്തില്ലേ? പുതിയൊരു ജോലി കിട്ടി മൊത്തം ഭ്രാന്തായി എന്ന് പറയത്തില്ല. അപ്പൊ സൈക്കോ ആയി എന്നങ്ങ് ഓർത്താൽ മതി. എന്താണ്? സെക്രട്ടറിക്ക് സൈക്കോ കേട്ടോ. കണക്ട് ചെയ്ത് വെച്ചാൽ മതി. BCCയുടെ സെക്രട്ടറി സൈക്കോ ആയി എന്ന് ഓർത്താൽ മതി. സൈക്കിയ, ദേവജിത്ത് സൈക്കിയ. ഇനി BCCയുടെ ഓംബുഡ്സ്മാൻ ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന അരുൺ മിശ്രയാണ് ഇപ്പൊ നമ്മുടെ BCCയുടെ ഓംബുഡ്സ്മാൻ ആയിട്ടിരിക്കുന്നത് കേട്ടോ. അതും ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ക്ലാസ്സിന്റെ താഴെ കമന്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.